ഷാനുമായി പ്രശ്നം തീർന്നു. കുഴപ്പമില്ല. പോലീസിന്റെ സമക്ഷത്തിലാണ് ഒത്തുതീർപ്പായത്. പോലീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി മദ്യപിക്കരുത്, ബാക്കി കാര്യമില്ല. ഷാനു എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ മാപ്പിളയെ തിരക്കി വെച്ചേക്കുന്ന ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഈ മദ്യപാനം ഒന്ന് മാറി ഇതാവാൻ വേണ്ടി മാറ്റി നിർത്തിയതാണ്. ഒരിക്കലും ആരെയും കെട്ടില്ല. പിന്നെ ഷാൻ വീണ്ടും പ്രശ്നമുണ്ടാക്കിയാലോ ഉമ്മ ഉപ്പ വരുമോ? ഒരിക്കലും പ്രശ്നം ഉണ്ടാക്കില്ല. മഷൂറ ഫാത്തിമ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ട് പോകുന്ന നെജിലയെ കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അവരിടയ്ക്കിടയ്ക്ക് അവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര് മാറ്റിക്കൊണ്ട് ഇരിക്കും. കാരണം ഈയിടെയൊക്കെ ഒരു കല്യാണം കഴിച്ച സമയത്ത് അവർ നെജില ഷാൻ എന്നാക്കിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് നെജില നജീന്ന് കാണാം, ഇടയ്ക്ക് മഷൂറ ഫാത്തിമ എന്ന് കാണാം. അപ്പോൾ ഇതിലേതാണ് കൺഫേം എന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആളെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു യൂട്യൂബിൽ ഇവരെയും ഷാജിദ ഷാജീനെയും അങ്ങനെ കുറച്ച് പേരെ അറിയാത്തവർ കുറവായിരിക്കും. കാരണം ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവർ യൂട്യൂബിൽ കാണിച്ചു കൂട്ടുന്നത്. 4 വിവാഹം കഴിക്കുകയും ഇവർക്കൊരു 4 മക്കളുണ്ടായിരുന്നു. അതിലൊരു കുട്ടി മരണപ്പെട്ടു പോയി. ഇപ്പം നിലവിൽ 2 ആൺമക്കളും ഒരു പെൺകുട്ടിയാണുള്ളത്. മഷൂറ എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം പ്രഗ്നൻ്റ് ആണ്. ഏകദേശം 4 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഈയിടയ്ക്കാണ് അവരുടെ 4ാമത്തെ കല്യാണം കഴിഞ്ഞത്. 4ാമത്തെ ആണോ 5ാമത്തെ ആണോ എന്തോ, 4ാമത്തെ ആണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പം ആ പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു ഈയിടെ അവരുടെ ചാനലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണത്തിന് ശേഷം 2-3 പ്രാവശ്യമായിട്ട് വഴക്കുണ്ടാക്കുകയും ഒരാഴ്ചത്തേക്കിനും 2 ആഴ്ചത്തേക്കിനും ഒക്കെ പിരിയുകയും അത് വന്ന് യൂട്യൂബിൽ പറഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞ് താമസിക്കുകയാണ്, ഷാൻ കുടിയനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു കുടിയനാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് അയാളുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും കല്യാണത്തിന് മുമ്പ് തന്നെ പുള്ളീനെ വീട്ടിൽ കയറ്റുകയും അത് സ്വന്തം അച്ഛനും അമ്മയും വന്ന് കയ്യോടെ പിടിക്കുകയും ചെയ്തപ്പം നാണക്കേട് ഭയന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അയാളുടെ കൂടെ പോയി. പിന്നെ കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്, കഴിച്ചില്ലെന്നും പറയുന്നുണ്ട്. അങ്ങനെ പോയി കല്യാണം കഴിച്ചതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവർ പ്രഗ്നൻ്റ് ആകുകയും ഇവരിപ്പോൾ 4 മാസം പ്രഗ്നൻ്റ് ആണ്. അപ്പം നല്ലൊരു മുഴുകുടിയനായ ഒരുത്തനെയാണ് കല്യാണം കഴിക്കുന്നത്. അയാൾ ഒന്ന് കെട്ടിയതാണെന്നും ആ പെണ്ണിനെ ഉപദ്രവിച്ച് അല്ലെങ്കിൽ കുടിച്ചിട്ട് വന്ന് അടിച്ച് ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവരുടെ ബന്ധം പിരിഞ്ഞതെന്നും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടും ഏകദേശം 1 വർഷമായിക്കൊണ്ട് ഈ ഷാൻ എന്ന് പറയുന്ന ആളുടെ അമ്മയായിട്ട് ഈ നജിലയ്ക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പം എല്ലാ കാര്യങ്ങളും നേരത്തെ അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ ഷാനിനെ ഇവർ വിവാഹം കഴിച്ച സമയത്ത് ഇവർ പറയുന്നുണ്ടായിരുന്നു ആദ്യത്തെ ഭാര്യ സ്നേഹം കൊടുക്കാത്തത് കൊണ്ടാണ് ഷാൻ ഇങ്ങനെ ആയിപ്പോയത്, അതെല്ലാം ഞാൻ മാറ്റിയെടുക്കും, ഷാനിനെ പൂർണ്ണമായിട്ടും മദ്യപാനത്തിൽ നിന്ന് വിമുക്തനാക്കി എടുക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നേരെ ഓപ്പോസിറ്റാണ് നടന്നത്. ഇവരെ കെട്ടിക്കഴിഞ്ഞിട്ട് അയാളൊരു മുഴുകുടിയൻ എന്നല്ല അതിൻ്റെ അപ്പുറത്തേക്ക് പോവുകയും ഈ ഗർഭിണിയായിരിക്കുന്ന ഇവരെയും അവരുടെ കൊച്ചു മക്കളെയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തിട്ട് ഇടയ്ക്ക് ഇതേപോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവർ ഒരാഴ്ച 1.5 ആഴ്ചയൊക്കെ പിരിഞ്ഞ് താമസിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഏകദേശം 1.5 മാസമായിട്ട് ഇവർ പിരിഞ്ഞ് താമസിക്കുകയാണ്. ഈ പിരിഞ്ഞ് താമസിക്കുന്ന കാലയളവിൽ ഇവർ ഡെയിലി വന്ന് ലൈവ് ഇടുകയും ഡെയിലി വീഡിയോസ് ഇടുകയും ചെയ്യും. എന്താ വീഡിയോസ് ഇടുന്നത്? ഒന്നെങ്കിൽ ഇയാളെ കുറ്റം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇയാളുടെ അമ്മയെ കുറ്റം പറഞ്ഞുകൊണ്ട്, കുടുംബക്കാരെ കുറ്റം പറഞ്ഞുകൊണ്ടൊക്കെ വീഡിയോസ് ഇടുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ ഒരു സംസാരവും ഇവരുടെ ആ ഒരു ചുണ്ടും കണ്ണൊക്കെ വെച്ചിട്ടുള്ള ഒരു ആംഗ്യവും ഒക്കെ കാണുമ്പോൾ തന്നെ ഇവരുടെ വീഡിയോസ് കാണാൻ തോന്നത്തില്ല. ഇവരുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ റീച്ച് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ റീച്ച് ഇച്ചിരി കുറഞ്ഞു കഴിയുമ്പോൾ ഇവർ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിക്കൊണ്ട് വരും. അപ്പോൾ തന്നെ ഇപ്പം ചില സമയങ്ങളിൽ ഇവർ വീഡിയോയിൽ വന്ന് പറയും ഇവർക്ക് ഇഷ്ടംപോലെ കാശുണ്ട്, മകളെ വലിയ മുന്തിയ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നു, ഇഷ്ടംപോലെ സ്വർണം കരുതലുണ്ടെന്ന്. ചില സമയത്ത് വന്നിട്ട് പറയും ഇന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പോലും കാശില്ല, അരി മേടിക്കാൻ പോലും കാശില്ല, അവരാണ് 2000 രൂപ തന്നത്, ഇവരാണ് എനിക്ക് 500 രൂപ തന്നത്, ഈ രീതിയിൽ പറയും. അത് കഴിഞ്ഞിട്ട് വന്ന് പറയും പ്രഗ്നൻ്റ് ആയിരിക്കും ഇവർ മാത്രമേ ലോകത്ത്, ഇവരിപ്പോൾ 4ാമത്തെ 5ാമത്തെയാണ് പറയാൻ പോകുന്നത്. പക്ഷേ ആദ്യത്തെ ഡെലിവറിയിൽ നിന്ന് കണക്കിനാണ് ഇവരുടെ സംസാരമൊക്കെ. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കാൻ പോവുകയാണ്, ഈ പ്രസവത്തോടെ ഞാൻ മരിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥമാകും, ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ടാക്കി അതിൽ നിന്നും ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ പിടുങ്ങാനുള്ള ഒരു പണിയാണ് ഇവർ ഈ കാണിച്ചു കൂട്ടുന്നത്. അപ്പോൾ 1.5 മാസത്തോളം ഭർത്താവിനെ വിറ്റ് കാശുണ്ടാക്കി. എങ്ങനെയാണെങ്കിലും കല്യാണം കഴിച്ച് പോയപ്പം ഭർത്താവായല്ലോ, കുടിയനാണേലും അല്ലെങ്കിൽ കുടിയനാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് കല്യാണം കഴിച്ചതാണ്. അല്ലെങ്കിൽ ഇവളെ പറ്റിച്ച് കല്യാണം കഴിച്ചതിന് ശേഷമാണ് കുടിയനെന്ന് അറിഞ്ഞെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. വിചാരിച്ച അത്രയും കാശ് കിട്ടാതെയൊക്കെ ആയപ്പോൾ തന്നെ ഇപ്പോൾ പുതിയൊരു വീഡിയോയും കൊണ്ട് വന്നിരിക്കുകയാണ്. 1.5 മാസത്തിന് ശേഷം ഞാനും ഷാനും ഒന്നിച്ചിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും എന്നൊക്കെ പറഞ്ഞതുപോലെ ആയിരുന്നു. കാരണം ഞാൻ മരിച്ച ഉത്തരവാദി ഷാനാണ്, എനിക്ക് മക്കൾക്ക് എന്തെങ്കിലും പറ്റിയ ഉത്തരവാദി ഷാനാണ്. ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ ഒറ്റയ്ക്കാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി ഉപ്പ വേണ്ട,
എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഉപ്പാന്ന് പറയാൻ ഒരാൾ വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഷാനിനെ കല്യാണം കഴിച്ചത്. അപ്പം ഇങ്ങനെ ഒരു ഉപ്പാനെ വേണ്ട. എന്നെ ഗർഭിണിയായിരിക്കുന്ന എൻ്റെ മുതുകത്ത് അടിക്കുന്നു, വയറ്റിന് ചവിട്ടുന്നു, അടുക്കളയെല്ലാം വെട്ടിപ്പൊളിക്കുന്നു, എൻ്റെ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുന്നു, ഫോൺ വെട്ടിപ്പൊളിക്കുന്നു, എൻ്റെ മക്കളെ ഉപദ്രവിക്കാൻ നോക്കുന്നു, മക്കളെ കണ്ണെടുത്താൽ കാണത്തില്ല. എൻ്റെ ഇപ്പം പക്ഷേ പറയുന്നത് എൻ്റെ മക്കളെ ജീവനാണ്. എൻ്റെ മഷൂറ മോള് പറഞ്ഞിട്ട് അങ്ങ് അവിടുന്ന് പോയി ഒരിടത്തും കിട്ടാത്ത സ്ഥലത്തു നിന്ന് പോയി എന്തോ ഗിഫ്റ്റ് മേടിച്ചുകൊണ്ട് വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ ആദ്യമേ ഇവരുടെ വീഡിയോസ് ചെയ്ത സമയത്ത് പറഞ്ഞായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇവർ പിരിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് വരും. ഇതെല്ലാം ഇവർക്ക് എന്നാൽ ഇവർക്ക് എന്തോരം വ്ളോഗുകൾ ചെയ്യാനുണ്ട്. ഇവർക്ക് അവരുടെ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാം, അല്ലെങ്കിൽ കുട്ടികളുടെ എന്തെങ്കിലും കാണിക്കാം. പക്ഷേ ഇവർ ഈ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടേ വീഡിയോ ചെയ്യത്തുള്ളൂ. ഇവർക്ക് ഇങ്ങനെ ഒരിടത്തിരുന്ന് ഇങ്ങനെ ലൈവ് ഇടുന്നത് തന്നെയാണ് ഇവരുടെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ. അപ്പം ഇങ്ങനെ വീണ്ടും പിരിഞ്ഞു എന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു കുടിയനാണ് അയാൾ 1-2 പ്രാവശ്യം ഇവള് ചാൻസ് കൊടുത്തു നോക്കി. എന്നിട്ടും വീണ്ടും ഇതുപോലെ കുടിച്ചിട്ട് വന്ന് വീട്ടിൽ കിടന്ന് വഴക്കം കാര്യങ്ങളാണ്. ഗർഭിണിയായ ഒരു ഭാര്യയുടെ അടുത്ത് നീ വയറ്റിൽ കിടക്കുന്നത് തൻ്റെ കൊച്ചല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇവർക്ക് ഒരു നാണോ മാനോ ഇല്ലെന്ന് പറഞ്ഞ് ഇവളെ ഏത് ഗണത്തിൽ കൂട്ടണം. അതുപോലെ തന്നെ ഗർഭിണിയായിരിക്കുന്ന ഭാര്യനെ ഇത്ര ഉപദ്രവിക്കുകയും മക്കളെ ഉപദ്രവിക്കാൻ നോക്കുന്ന ഒരുത്തനെ, അത് എത്രാമത്തെ കെട്ടുവനാണെങ്കിലും നമ്മൾ ആരെങ്കിലും കൂടെ കൊണ്ട് നടക്കുമോ? പക്ഷെ ഇവള് നടക്കും. അങ്ങനെയുള്ള ഒരാൾ നമ്മളെ ഉപദ്രവിക്കാൻ നോക്കുന്നു, അല്ലെങ്കിൽ നമുക്കൊരു വധഭീഷണി പോലെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നടന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ കൊണ്ട് കേസ് കൊടുക്കുകയും ഇയാളെ അകത്തിടാൻ നോക്കും. പക്ഷെ അന്ന് തൊട്ടേ ഇവള് ശ്രമിക്കുന്നത് ഒരു കോംപ്രമൈസിനാണ് എന്നുള്ളത് ഞാൻ മുൻ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. കാരണം ഇപ്പം പോലീസ് സ്റ്റേഷനിൽ പോയി ഒത്തുതീർപ്പായി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ കല്യാണത്തിന് മുമ്പ് തന്നെ ഇവനെ വീട്ടിൽ വിളിച്ച് വരുത്തുകയും അത് അച്ഛനും അമ്മയും പിടിച്ച സമയത്ത് അച്ഛനെയും അമ്മേനെയും വരെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നവളാണ്. അന്ന് കുറ്റം പറഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു ഞാൻ അച്ഛനും അമ്മയുമായിട്ട് സംസാരിച്ചു, അവരോട് പൊരുത്തം ചോദിച്ചിട്ടുണ്ട് പോലും. അത് ഈ ഇവരുടെ ഭാഷയിൽ പറയുന്നതാണ്. പിന്നെ ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എപ്പോഴും മുസ്ലിങ്ങളുടേതായ പ്രാർത്ഥനാ വാചകങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അൽഹംദുലില്ലാ എന്നും അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് ദുആ ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം കാണിച്ചു കൂട്ടുകയും ചെയ്യണം. നാട്ടുകാരുടെ മൊത്തം പണി ഇവളുടെ വീഡിയോയും കണ്ട് ഇവളി ചെയ്യുന്ന കൊള്ളരുതായ്മയ്ക്കൊക്കെ ദുആ ചെയ്തുകൊണ്ടിരിക്കലാണ് നാട്ടുകാരുടെ പണിയെന്നാണ് ഇവളുടെ വിചാരം. അപ്പോൾ ആദ്യം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പൊരുത്തം ചോദിച്ചു. ഇത്രയും നാൾ 1.5 മാസത്തോളം ഭർത്താവിനെ വിറ്റ് കാശുണ്ടാക്കിയത് കൊണ്ടും ഭർത്താവിനെ അനാവശ്യങ്ങൾ പറയുകയും അവരുടെ അമ്മേനെയൊക്കെ പറയുകയും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഇത്രയും റീച്ച് ഉണ്ടാക്കിയല്ലോ. അപ്പം അതിന് ഭർത്താവിനോടും പൊരുത്തം ചോദിച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടെന്ന് പറയാണ്. ഒരു തൊള്ളിയെങ്കിലും ഉളുപ്പുണ്ടോ സ്ത്രീയെ നിങ്ങൾക്ക്? ഈ വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യരുതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല. കാരണം നിങ്ങളെയൊക്കെ ഇങ്ങനെ വളർത്തി വിട്ടിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പം മറ്റുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളൊക്കെ ഇപ്പോൾ കുറച്ച് ബിസിയാണ്. ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഓരോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അവർ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് ഇപ്പം ഈ രേണുസുതിയൊക്കെ ഓരോ കോപ്രായങ്ങൾ കാണിച്ചിട്ട് അവർ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് നിങ്ങളെ ഇപ്പോൾ വിട്ടുവെച്ചേക്കുന്നത്. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന കോപ്രായങ്ങൾ കാണാഞ്ഞിട്ടല്ല. നിങ്ങൾ മിനിങ്ങാന്നാന്ന് തോന്നുന്നു ഒരു വീഡിയോയിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഷാൻ്റെ കാര്യം ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാനായിട്ട് 2-3 കാരണങ്ങളുണ്ട്. അവനൊരു പാഠം പഠിക്കാൻ വേണ്ടിയും കൂടി നിർത്താൻ വേണ്ടിയുമാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് സോഷ്യൽ മീഡിയയിൽ ഷാൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എപ്പോഴും ലൈവ് ഇടുകയും വീഡിയോസൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ 1.5 മാസ കാലയളവിൽ ഇനി ഒരിക്കലും ഞാൻ ചത്താലേ എനിക്ക് ഇവൻ വേണ്ട, ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഇയാൾ അല്ല, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ ആ സ്ത്രീ ഇപ്പോൾ ഒന്ന് പറയുകയാണ് എനിക്ക് ആ ഹോസ്പിറ്റലിൽ കൂടെ പോകാൻ ആരുമില്ല, എന്നെ നോക്കാൻ ആരുമില്ല എന്നൊക്കെ. പിന്നെ ഈ ഒരു വീഡിയോയിൽ, അതായത് മിനിങ്ങാന്നിട്ട വീഡിയോയിൽ ഇവരൊരു നല്ല കാര്യം പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ മുഴുകുടിയൻ ഇയാൾ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ലൈവ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇയാൾ എത്ര ചീപ്പായിട്ടുള്ള ആളാണെന്നുള്ളത്. അയാളുടെ സംസാരവും അയാളുടെ തെറിവിളിയും അയാളുടെ എല്ലാം ബോഡി ലാംഗ്വേജും കുടിച്ചിട്ട് വന്ന ലൈവ് ഇടുന്ന ഒരു മനുഷ്യൻ. കുടിയന്മാർ ഒരിക്കലും ആ കുടി അങ്ങോട്ട് മാറ്റത്തില്ല. ഇതിലും കൂടുതൽ നീ എന്തോ അനുഭവിക്കാൻ വേണ്ടി ഇരിക്കുന്നു എന്ന് വേണം നീ കരുതാനായിട്ട്. അപ്പം ഇവള് ചെയ്ത നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛനും അമ്മയും പ്രായം ചെന്നവരാണ്, അവരുടെ ഒപ്പം നിന്നാണ് ഇനി എൻ്റെ മഷൂറ മോള് പഠിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അതെനിക്ക് വളരെ നല്ല കാര്യമായിട്ട് തോന്നി. കാരണം ഒരു പെങ്കൊച്ചാണ്, ഇതേപോലെ ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഒരു കുടിയൻ്റെ കൂടെ, അല്ലെങ്കിൽ അയാൾ കുടിച്ചു കഴിഞ്ഞ് എന്താ ചെയ്യുന്നതെന്ന് പോലും അയാൾക്ക് അറിയത്തില്ലാത്ത ഒരാളുടെ കൂടെ ഈ പെങ്കൊച്ച് നിൽക്കുന്നില്ല എന്ന് പറയുന്നത് തന്നെ കാണുന്നവർക്ക് ഒരു സമാധാനം തന്നെയാണ്. അങ്ങനെയെങ്കിലും ചെയ്യാനുള്ളൊരു ബുദ്ധി നിനക്കുണ്ടായല്ലോ. ഒരിക്കലും ഒരു ആൺതുണയില്ലാതെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നുള്ളത് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അയാളുടെ കൂടെ ഒരുമിച്ച് പോയാലും കുഴപ്പമില്ല, പോയില്ലെങ്കിലും ഞങ്ങൾക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. നിങ്ങളിത് വന്ന് പബ്ലിക്കലി വന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അതിനുള്ള വിമർശനങ്ങൾ പറയാനുള്ള എല്ലാ അധികാരവും ഞങ്ങൾക്കും ഉണ്ട്. ചില സമയത്ത് ഇവളുടെ സംസാരം കേട്ടാൽ ഓർക്കും ഇവനെ ഈ ഷാനെ പിടിച്ച് കെട്ടിച്ചത് നമ്മൾ വ്യൂവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവരാണെന്നുള്ളത്. മകളെ ഇങ്ങനെ മാറ്റി നിർത്താൻ തന്നെ കാരണം
നമ്മൾ ഈ വീഡിയോസ് കാണുന്നവർ ഷാനയും മകളെയും ചേർത്ത് അല്ലെങ്കിൽ ഇങ്ങനെ മകളെ ഉപദ്രവിക്കാൻ നോക്കുമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ പറയാതിരിക്കാൻ വേണ്ടിയാണ്, അങ്ങനെ ഒരു പേര് വരാതിരിക്കാൻ വേണ്ടിയാണ് മകളെ ഇവിടുന്ന് മാറ്റി നിർത്തുന്നത്. വെളിയിലൊക്കെ ടൂറും കാര്യങ്ങളും അല്ലെങ്കിൽ വെളിയിലൊക്കെ പോകുന്ന സമയത്ത് മകളെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുമെന്നൊക്കെയാണ് ഈ സ്ത്രീ പറയുന്നത്. പിള്ളേർ തന്നെ ഒരു ലൈവിൽ വന്ന് പറഞ്ഞതാണ് ആ ബാപ്പേനെ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ അയാളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒറ്റ ദിവസം കൊണ്ട് പിള്ളേരുടെ പോലും മനസ്സ് മാറി എന്നുള്ളതാണ്. ഇവളുടെയും മനസ്സ് മാറി, പിള്ളേരുടെയും മനസ്സ് മാറി. അതുപോലെ തന്നെ ഷെഫീന ബീവിയുടെ ചാനലിൽ വന്നിട്ടാണ് ഈ ഷാൻ്റെ ഉമ്മ വന്നിട്ട് പറയുന്നത് ഈ സ്ത്രീ അങ്ങനത്തെ സ്ത്രീയാണ്, അല്ലെങ്കിൽ വേറെ ആണുങ്ങളായിട്ട് ബന്ധമുണ്ടെന്നും കുഞ്ഞ് തൻ്റെതല്ലെന്നും എന്തോരം മോശമായിട്ട് ഈ നെജിലേനെ പറ്റി സംസാരിച്ചത്. അത് ഈ ഷെഫീന ബീബി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. ഇവരുടെ ഓരോ പ്രവൃത്തിയും വർത്താനം കേൾക്കുമ്പോൾ ഞാൻ മെയിനായിട്ടും ചിന്തിക്കുന്നത് ആ 3 കുട്ടികളും എങ്ങനെയാണ് ഈ തള്ളേനെ സഹിക്കുന്നതെന്നാണ്. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, ആ രീതിയിലാണ് ഇവരുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മക്കളെ ഒന്നും വേണ്ട, അവരെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്താക്കി ഇയാളുടെ കൂടെ ജീവിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിനായിട്ടുള്ള പ്ലാൻ. ഇവള് തന്നെയാണ് എല്ലാം പറയുന്നത്. ഷാൻ കുളിക്കത്തില്ല, മുഴുകുടിയനാണ്, അതുപോലെ തന്നെ പല്ല് തേക്കത്തില്ല, ഡ്രസ്സ് മാറത്തില്ല, മുസ്ലിങ്ങൾക്ക് ഏറ്റവും വേണ്ടത് വൃത്തിയാണ്, അത് ഷാനിനില്ല, ജോലിക്ക് പോകത്തില്ല, ചെലവിന് നോക്കത്തില്ല, ഇതെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില സമയം പറയും എൻ്റെ കയ്യിൽ 10 പൈസ ഇല്ലെന്ന്. ചില സമയം പറയും ഷാൻ്റെ വീട്ടിലായിരുന്നപ്പം ഒരാഴ്ച ഞാൻ 75,000 രൂപയോളമാണ് ചിലവാക്കിയത്, ഒരു ദിവസം എനിക്ക് 2,000 രൂപയോളം ചിലവാകുന്നുണ്ടായിരുന്നു എന്നൊക്കെ. ഇതിന് മാത്രം എവിടെ നിന്നാണ് നിനക്ക് ഈ കാശ് കിട്ടുന്നത്, അത് അറിയത്തില്ല. അതുപോലെ ഷാൻ പറയുകയാണ് മോളാണെങ്കിൽ നീ നിൻ്റെ ഇഷ്ടത്തിന് വളർത്തിക്കോ, മോനാണെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വളർത്തുന്നു. അതെന്നാ മോളെ വളർത്താൻ നിനക്ക് കഴിവില്ലേ? അതുപോലെ തന്നെ ഇവൻ്റെ ഇഷ്ടത്തിന് വളർത്താനാണ് ഇവനെ പോലെ ഒരു കുടിയനാക്കി വളർത്താനായിരിക്കും ഇരിക്കുന്നത്. അതും കേട്ട് അതും വലിയൊരു കാര്യമാക്കി പൊക്കിപ്പിടിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുകയാണ് ഈ സ്ത്രീ. ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർ കമൻറ്റ് ബോക്സിലും ലൈവിലൊക്കെ വന്നിട്ട് ഇവരെ അവിഹിതം പറഞ്ഞ് മടുത്തു, ഇനി എന്നാണ് 5 കെട്ടുന്നത് എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നു. അതുപോലെ തന്നെ ഇവളുടെ കൂടെ ഹോസ്പിറ്റലിൽ പോകാനൊന്നും ആരുമില്ല. ഷാൻ്റെ കുഞ്ഞിനെ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ ഓരോരുത്തർ വന്ന് വീട്ടിലുള്ളവരും വെളിയിലുള്ളവരും എല്ലാം വന്ന് പറയുന്നു. ഇതൊക്കെ സഖി കെട്ടിട്ടാണ് ഈ ഇവനെ വീണ്ടും ഇവളെ സ്വീകരിച്ചതെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ തലയിലോട്ട് ആക്കി കൊടുക്കുകയാണ് ഈ സ്ത്രീ. തുപ്പിയതും തൂറിയതും എല്ലാം വന്നിങ്ങനെ ലൈവ് ഇട്ടും വീഡിയോസ് ഇട്ടും പബ്ലിക്കായിട്ട് പറയുകയും ചെയ്യും. അതിനുള്ള റിപ്ലൈസ് തരുമ്പോൾ അവരുടെ തലയിലോട്ട് ആക്കി കൊടുക്കുകയാണ്. ഇനിയെങ്കിലും സ്ത്രീയെ അയാൾ നിങ്ങളെ ഇട്ടിട്ട് പോവോ, അല്ലെങ്കിൽ അയാൾ നിന്നെ ഉപദ്രവിക്കുവോ, മക്കളെ ഉപദ്രവിക്കാൻ നോക്കുവോ, നിങ്ങൾ പിരിയുവോ, എന്നാ വേണമെങ്കിലും കാണിച്ചോ, വന്നിങ്ങനെ യൂട്യൂബ് ചാനലിൽ വന്ന് വിളമ്പുന്നതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നത്. ഇനി എന്തായാലും ഇതൊക്കെ ഇനി തുടർന്നുകൊണ്ട് തന്നെ പോകും. അപ്പം അതിൽ ഈ കാണുന്ന ആർക്കും ഒരു സംശയവും ഇല്ല. അപ്പം പിന്നെ നിങ്ങളിത് വന്ന് യൂട്യൂബ് ചാനലിൽ വന്ന് വിളമ്പാതിരിക്കുക. നിങ്ങൾക്കിപ്പോൾ പഴയ റീച്ചും കാര്യങ്ങളോ ഒന്നും ഇല്ല. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ അഹങ്കാരം കൊണ്ട് തന്നെയാണ്. അപ്പം മര്യാദക്കൊക്കെ വീഡിയോസൊക്കെ ഇട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. മക്കളെ ഓർത്ത് എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ. ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. പറ്റുമെങ്കിൽ ഹൈപ്പോടെ ചെയ്യുക. ബൈ.